പൊയ്യാപ്പള്ളി രാഷ്ട്രീയം അല്ലെങ്കിൽ മരുമോൻ നയതന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു കലാപരിപാടിയാണ് എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത്. അങ്ങനെ തന്നെയാണ് താനും. കാരണം നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ഒരു വലിയ ഭരണത്തിൽ എന്തെങ്കിലും ഒരു പദവി കിട്ടിയാൽ അല്ലെങ്കിൽ അധികാരം കിട്ടിയാൽ ആദ്യമായി നാട്ടുകാർക്കോ അങ്ങനെയുള്ള ആളുകൾക്കോ ഗുണം ചെയ്യുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് വീട്ടുകാർക്ക്, ബന്ധുക്കൾക്ക്, കുടുംബക്കാർക്ക്, മരുമക്കൾക്ക് ഒക്കെ നേട്ടങ്ങൾ കവിയാനുള്ള സൗകര്യം കൊടുക്കുക എന്നുള്ളത് പണ്ട് മുതലേ ഇവിടെ നടപ്പുള്ളതാണ്. പണ്ട് മുതലേ നമ്മൾ ആചരിച്ചു വരുന്നൊരു ചടങ്ങുമാണത്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു പരാതിയുമില്ല. ഒരു സ്വന്തം കാര്യം ആദ്യം നടക്കട്ടെ, പിന്നെ നാട്ടുകാരുടെ കാര്യം നടക്കപ്പെടും എന്നുള്ള ഒരു വിചാരത്തിൽ ആളുകൾ തന്നെ സഹിക്കും. പക്ഷെ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് അമേരിക്ക അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ജനാധിപത്യത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയുന്ന ദ ഗ്രേറ്റസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് എന്നാണല്ലോ അമേരിക്കയൊക്കെ അറിയപ്പെടുന്നത്. പിന്നെ ഇംഗ്ലണ്ടിനെ കുറിച്ചാണ് ദ ക്രാഡിൽ ഓഫ് ഡെമോക്രസി എന്നാണ് പറയുക. അപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഈ കുടുംബകാര്യമാണ്, സ്വകാര്യ സ്വത്താണ് ഈ ഭരണം എന്നുള്ള രീതി ഉണ്ടാവില്ല. അവിടെ ജനാധിപത്യം കടുകട്ടിയായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കുറേയൊക്കെ അങ്ങനെയാണ് കേട്ടിരുന്നത്. പക്ഷേ അമേരിക്കയിൽ ട്രംപ് ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഒരു കൃത്യം പറഞ്ഞു: ഞങ്ങൾ നമ്മുടെ ഏഷ്യക്കാരെ പോലെയും ഇന്ത്യക്കാരെ പോലെയും കേരളക്കാരെയും പോലത്തെ ഞങ്ങൾ ഒരു വ്യത്യാസമുള്ള കൂട്ടരല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ വന്ന സമയത്ത് തന്നെ അദ്ദേഹം വീട്ടുകാരെയും നാട്ടുകാരെയും ആണ് പ്രധാനമായിട്ട് ഭരണത്തിന് ഉപയോഗിച്ചത്. സ്വന്തം മകളും മകളുടെ ഭർത്താവുമാണ് ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളായിട്ട് മാറിയത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും അമേരിക്കക്കാർക്ക് ഉണ്ടായില്ലെങ്കിലും ട്രംപിൻ്റെ കുടുംബത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ടായി. ആഗോള തലത്തിൽ അവരുടെ വ്യവസായം വർദ്ധിച്ചു, അവരുടെ ബിസിനസ് ബന്ധങ്ങൾ വർദ്ധിച്ചു. ഇന്ത്യ അടക്കമുള്ള പ്രദേശങ്ങളിൽ ട്രംപ് ടവറുകൾ ഉയർന്നു വന്നു. ട്രംപിൻ്റെ അക്കൗണ്ടിലേക്ക് വലിയ തോതിൽ കോടിക്കണക്കിന് ഡോളർ വരികയും ചെയ്തു. പക്ഷേ ഒരു ഗുണമുണ്ടായി. 4 വർഷം കഴിഞ്ഞപ്പോൾ അമേരിക്കക്കാർ സഹി കെട്ട് അയാളെ തോൽപ്പിച്ചു. പക്ഷേ പിന്നീട് ഇത്തവണ വീണ്ടും അധികാരത്തിൽ അദ്ദേഹം വന്നപ്പോൾ ട്രംപ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ പണം കീശയിലാക്കാൻ പറ്റുമോ അതൊക്കെ കീശയിലാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അദ്ദേഹം പല തന്ത്രങ്ങൾ കൊണ്ടുവന്നു. രാജ്യങ്ങളുടെ തീരുവ വൻതോതിൽ ഇരട്ടിപ്പിച്ചു, വലിയതായിട്ട് തീരുവ കൂട്ടി. തനിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് തീരുവ കുറച്ചു കൊടുത്തു. തനിക്ക് ഇടപാടുള്ള രാജ്യങ്ങളുമായിട്ട് ഇത്തരത്തിലുള്ള തീരുവ സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്തി. അങ്ങനെയൊക്കെ നടത്തി. അതിനും പുറമെ പുള്ളി ഇപ്പോഴൊരു പുതിയ മേഖല എന്ന് പറയുന്നത് ഈ ക്രിപ്റ്റോ കറൻസിയാണ്. അപ്പോൾ ട്രംപിൻ്റെ പേരിൽ തന്നെ ഒരു ക്രിപ്റ്റോ കറൻസി അദ്ദേഹം ഇറക്കി, അത് വിറ്റ് കഴിച്ച് പണമുണ്ടാക്കി. അങ്ങനെ പല മട്ടിലുള്ള പണം ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ലാഭകരമായ ഒരു വ്യവസായമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. പല ഗുണങ്ങളുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടത്തി ആ സമയത്ത് പോയിട്ട് ഇടപെട്ടതായിട്ട് പേരിൽ അദ്ദേഹം നോബൽ സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ലോകത്തെ 7ഓളം യുദ്ധങ്ങൾ ഞാൻ ഇതിനകം തന്നെ അവസാനിപ്പിച്ചു എന്നൊക്കെ പ്രഖ്യാപിച്ചു. പക്ഷേ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല. നോബൽ സമാധാന കമ്മിറ്റി ശ്രദ്ധിച്ചതുമില്ല. ഒരു അവാർഡൊന്നും കൊടുത്തില്ല. അത് വേറെയാക്കാൻ കൊടുത്തത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു ഭഗീരഥ പ്രയത്നം ആരംഭിച്ചിരിക്കുകയാണ്. 4 കൊല്ലമായിട്ട് യുദ്ധം തുടങ്ങിയിട്ട് 2022 ഫെബ്രുവരിയിൽ തുടങ്ങിയ യുദ്ധമാണ്. അടുത്ത ഫെബ്രുവരി ആകുമ്പോഴേക്കും അത് 4 കൊല്ലം പൂർത്തിയാവും. അതുകൊണ്ട് ആ യുദ്ധം അവസാനിപ്പിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും നോബൽ എന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം നോബൽ സമ്മാനത്തിൻ്റെ കമ്മിറ്റി ഇരിക്കുന്നത് യൂറോപ്പിലാണ്. അതുകൊണ്ട് അവിടെയുള്ളൊരു യുദ്ധം, യൂറോപ്യന്മാർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നൊരു യുദ്ധം അവസാനിപ്പിച്ചാൽ തീർച്ചയായും നോബൽ കിട്ടും. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം പുടിനുമായിട്ട് സംസാരിക്കാനായിട്ട് സ്വന്തം മരുമകനെ തന്നെ അങ്ങോട്ട് അയച്ചു. മരുമകൻ്റെ പേര് ജാരദ് കുഷ്ണർ, വേറെ ഒരാൾ സ്റ്റീവ് വിറ്റ്കോഫ്. ഈ 2 പേരെയുമാണ് മോസ്കോയിലേക്ക് കഴിഞ്ഞ ദിവസം അയച്ചത്. 2 പേർക്കുള്ള ഗുണം, 2 പേരും നയതന്ത്രത്തിലൊന്നും അടിത്തറയുള്ള ആളുകൾ, 2 പേരും ബിസിനസ്സുകാരാണ്. 2 പേരും ട്രംപിൻ്റെ സ്വന്തം ബിസിനസ്സായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലാണ് പ്രധാനമായിട്ട് തങ്ങളുടെ നേട്ടങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നെ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ഇവരൊക്കെ ഭരണത്തിൻ്റെ ഭാഗമായി ഇവരൊക്കെ തന്നെ നയതന്ത്രജ്ഞരായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇവർ 2 പേരും ചേർന്ന് വിമാനത്തിൽ മോസ്കോയിൽ ചെന്നു. മോസ്കോയിൽ പുടിനുമായിട്ട് 5 മണിക്കൂർ ദീർഘമായിട്ട് ചർച്ച നടത്തി. വലിയ ചർച്ചയായിരുന്നു, ഗംഭീരമായിട്ടുള്ള ചർച്ച. 3 പേരാണ് അമേരിക്കൻ ഭാഗത്ത്, 4-5 പേര് പുടിൻ്റെ ഭാഗത്ത് ഇരുന്ന് ചർച്ച ചെയ്തു. പ്രശ്നം ഇപ്പോൾ തീരും എന്നുള്ള ലോകത്തിൻ്റെ പ്രതീക്ഷ അങ്ങനെ നീണ്ടു പോയി. പക്ഷേ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ട്രംപ് പറഞ്ഞത്, കുറേ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു, പക്ഷേ ഇനിയും പ്രശ്നങ്ങൾ ബാക്കിയാണ് എന്ന് പറഞ്ഞിട്ട് അതങ്ങ് അദ്ദേഹം തള്ളിക്കളഞ്ഞു. അതായത് യഥാർത്ഥത്തിൽ പുടിൻ ഇവരെ വന്ന് കണ്ടു, സംസാരിച്ചു ഒക്കെ ചെയ്തെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു താല്പര്യവും അദ്ദേഹം എടുത്തില്ലെന്ന് മാത്രമല്ല, തങ്ങളുടെ യുദ്ധം ഇനിയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് അതേ സമയത്ത് തന്നെ അദ്ദേഹം യൂറോപ്യന്മാരോട് പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു,
ഞങ്ങൾ 4 കൊല്ലമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. ഇനി യൂറോപ്പ് മൊത്തം വിളകി വന്നാലും വേണമെങ്കിൽ നാളെ മുതൽ യൂറോപ്പുമായിട്ട് യുദ്ധം ചെയ്യാനും താൻ തയ്യാർ എന്നാണ് പുടിൻ വളരെ പരസ്യമായിട്ട് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പൂതി വലിയ തോതിൽ എവിടെയും എത്തുന്ന ലക്ഷണമില്ല എന്നാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രസകരമായിട്ടുള്ള കാര്യം, എന്തിനു വേണ്ടിയിട്ടാണ് ട്രംപ് യഥാർത്ഥത്തിൽ പുടിനുമായി ചർച്ച ചെയ്തതെന്ന വിഷയം ഇപ്പോൾ ഒരു ആഗോള ചർച്ചാ വിഷയമായിട്ടുണ്ട്. കാരണം ഒരു തീരുമാനമെടുക്കാതെ, ഒരു തീരുമാനത്തിലെത്താതെ, പരസ്പരം സഹകരണത്തിലുള്ള മാർഗങ്ങൾ കണ്ടെത്താതെ നേരത്തെ അദ്ദേഹം ഒരു കരാറ് കൊണ്ടുവന്നിരുന്നു. ആ കരാറ് പ്രകാരം സെലൻസ്കിയുടെ ഭരണം, അതായത് ഉക്രൈൻ ഭരണാധികാരികൾ റഷ്യക്കാർ അവരുടെ പിടിച്ച സ്ഥലം മുഴുവൻ തിരിച്ചു കൊടുക്കും, അവർക്ക് കൊടുക്കണം, റഷ്യക്ക് കൊടുക്കണം. ഏതാണ്ട് 20-25% സ്ഥലം റഷ്യക്കാർ പിടിച്ചിട്ടുണ്ട്, അത് മുഴുവൻ വിട്ടുകൊടുക്കണം. അതേപോലെ തന്നെ ഉക്രൈൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നാറ്റോയുമായിട്ടുള്ള ബന്ധങ്ങൾ അത് അവസാനിപ്പിക്കണം. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഉക്രൈൻ പൂർണ്ണമായിട്ട് കീഴടങ്ങുന്ന ഒരു കരാറ് വേണം എന്നാണ് നേരത്തെ ട്രംപ് പറഞ്ഞത്. പക്ഷേ അത് ലോകം മുഴുക്കെ എതിർത്തപ്പോൾ പിന്നെ അത് ചർച്ച ചെയ്ത് ചില മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ആ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറേ കൂടി ഉക്രൈൻ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് മരുമകനെ അങ്ങോട്ട് അയച്ചത്. പക്ഷെ മരുമകൻ പോയിട്ട് സംസാരിച്ചിട്ടൊന്നും വീഴുന്ന ലക്ഷണമില്ല. മാത്രമല്ല അദ്ദേഹം കൂടുതൽ കർക്കശമായിട്ടുള്ള നിലപാടുകളിലേക്ക് മാറുകയുമാണ്. അപ്പം മരുമകൻ രാഷ്ട്രീയം, മരുമകൻ നയതന്ത്രവും അന്താരാഷ്ട്ര രംഗത്ത് വിജയിച്ചിട്ടില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന ചോദ്യം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. 2 ഉത്തരങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, തൻ്റെ കാലം കഴിഞ്ഞാൽ മരുമകൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ആയിട്ട് വരട്ടെ. അമേരിക്കയിൽ പ്രധാനമന്ത്രി ഇല്ലാത്തതുകൊണ്ട് അവിടെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചേക്കും എന്നുള്ളൊരു പ്രതീക്ഷ. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് CNN ഒരു ആങ്കറാണ്, റോസ്മേരി ചർച്ചിൽ. അവരൊരു ചർച്ചയിൽ പറഞ്ഞു, യഥാർത്ഥത്തിൽ അവരെന്താ ചർച്ച ചെയ്തത്? അതൊരു സമാധാന ചർച്ചയായിരുന്നോ അതോ ഒരു കച്ചവട ചർച്ചയായിരുന്നു? എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിന് താല്പര്യമുള്ള ആളുകൾക്കും റഷ്യയിൽ അതുപോലെ തന്നെ ഉക്രൈനിൽ ധാരാളം കച്ചവട സാധ്യതകൾ കാണുന്നുണ്ട്. അതിന് പുറമെ ഈ ആർട്ടിക് പ്രദേശത്ത് ഇപ്പോൾ ഒരുപാട് കടലൊക്കെ ദ്രവീകരിച്ചതിന് ശേഷം, പഴയ ഐസൊക്കെ മാറിയിട്ട് ആ പ്രദേശം കച്ചവടത്തിന് തുറന്നതിന് ശേഷം അവിടെയും ധാരാളം സാധ്യതകളുണ്ട്, വ്യവസായ വാണിജ്യ സാധ്യത. അതിന് റഷ്യയുമായിട്ട് കരാറുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ച നടത്തിയത് എന്നാണ് പറയുന്നത്. അതായത് യുദ്ധത്തിന് വഴിക്ക് പോകും, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീഴും. എന്നിരുന്നാലും കിട്ടാവുന്ന പണം മാക്സിമം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള നയതന്ത്രമാണ് ട്രംപ് പയറ്റിയത്. അതിലത് അദ്ദേഹം വേണ്ടത്ര വിജയിച്ചിട്ടില്ലെങ്കിൽ പോലും കാശ് കിട്ടിയാൽ ഏത് സമാധാനവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ഏത് സമാധാന ശ്രമത്തിനും പിന്നിൽ തനിക്ക് കിട്ടണം കാശ് എന്നുള്ളതാണ് ട്രംപിൻ്റെ നയതന്ത്രം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് മരുമകനെ മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ള ഈ രാഷ്ട്രീയം തന്നെ സേവിക്കാൻ, കുടുംബത്തെ സേവിക്കാൻ, രാജ്യം മുഴുക്കെ തനിക്ക് വേണം, തൻ്റെ കാൽക്കീഴിലാവണം എന്ന ഒരു നിലപാടിലേക്ക് ട്രംപിനെ എത്തിച്ചിട്ടുണ്ട്. അമേരിക്കക്കാർ പരമാനന്ദമായിട്ട് അത് സഹിക്കുന്നുമുണ്ട്.